കേരളത്തിലെ പാലക്കാട് സ്വദേശി നഴ്സായ നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ പ്രസിഡന്റ് അംഗീകരിച്ചതു മുതൽ പിന്നീട് അങ്ങോട്ടുള്ള സർക്കാരിന്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും നിമിഷപ്രിയയുടെ അമ്മയുടെയും അടുത്ത നടപടികളെല്ലാം വളരെ കരുതലോടെയാണ് മലയാളികൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. യമനിൽ നഴ്സായി ജോലി ചെയ്തുകൊണ്ടിരുന്ന നിമിഷപ്രിയ 2014 തലാൽ അബ്ദു മഹദിയെ പരിചയപ്പെടുന്നത്. നിമിഷയും കുടുംബവും സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയമായിരുന്നു അത്. അവിദഗ്ധ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്ന ഭർത്താവ് ടോമി തോമസിന് കുറഞ്ഞ ശമ്പളത്തിൽ കുട്ടിയെ നോക്കുന്നത് ബുദ്ധിമുട്ടായിരുന്നതിനാൽ 2014 ഏപ്രിലിലാണ് 1 വയസ്സുള്ള അവരുടെ കുട്ടിയുമായി ടോമി കേരളത്തിലേക്ക് മടങ്ങുന്നത്. ഭർത്താവും ഭാര്യയും ഇരു രാജ്യങ്ങളിലായിരുന്നെങ്കിലും അവരുടെ സ്വപ്നങ്ങൾക്ക് മങ്ങലേറ്റിട്ടുണ്ടായിരുന്നില്ല. നിമിഷയും ഭർത്താവും യമനിൽ ഒരു ചെറിയ ക്ലിനിക്ക് തുടങ്ങുന്നതിനെ കുറിച്ച് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ലൈസൻസ് പ്രോസസ് ചെയ്യാൻ ഒരു യമൻ പൗരന്റെ സഹായം ആവശ്യമാണെന്നറിഞ്ഞാണ് യമനിൽ തുണിക്കട നടത്തുന്ന തലാലിനെ നിമിഷ സമീപിക്കുന്നത്.